അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വബഅദ്. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ആഴ്ചയിലെ ദർസിൻ്റെ തുടർച്ചയാണ് ഇന്ന് പഠിക്കുവാനുള്ളത്. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹ് നഖൂലു ഫീ തൗഹീദില്ലാഹ് മുഅ്തഖദീന ബിതൗഫീഖില്ലാഹ് ഇന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ലഹു വലാ ശൈഅ മിസ്ലഹു വലാ ശൈഅ യുജിസുഹു വലാ ഇലാഹ ഗൈറഹു. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദിനെ സംബന്ധിച്ച് നാം വിശ്വസിക്കുന്നത് അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. വലാ ശൈഅ മിസ്ലഹു, അവനെപ്പോലെ യാതൊന്നുമില്ല. വലാ ശൈഅ യുജിസുഹു, അവനെ യാതൊന്നും കീഴ്പ്പെടുത്തുകയില്ല. വലാ ഇലാഹ ഗൈറഹു, അള്ളാഹു അല്ലാതെ ആരാധ്യനുമില്ല. ഇതാണ് തൗഹീദിനെ സംബന്ധിച്ച് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. തൗഹീദിൻ്റെ വ്യത്യസ്ത മേഖലകൾ ഈ വാചകങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്നാമതായി ഇന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ലഹു, അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകതകളിൽ യാതൊന്നിലും അവൻ്റെ മഖ്ലൂക്കിൽ യാതൊരു തരത്തിലുമുള്ള പങ്കുമില്ല എന്ന വിശ്വാസം. വലാ ശൈഅ മിസ്ലഹു, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. അള്ളാഹുവിനെ പോലെ പേരുള്ളവരില്ല, വിശേഷണങ്ങളുള്ളവരില്ല, കുദറത്തുള്ളവരില്ല, സൃഷ്ടിപ്പ് നടത്തുന്നവരില്ല എന്ന് തുടങ്ങി അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം. വലാ ശൈഅ യുജിസുഹു, അള്ളാഹുവിനെ യാതൊന്നും കീഴ്പ്പെടുത്തുകയില്ല. വലാ ഇലാഹ ഗൈറുഹു, അള്ളാഹു അല്ലാതെ ആരാധ്യരില്ല. വലാ ശൈഅ മിസ്ലഹു എന്ന് പറഞ്ഞ വാക്ക് അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല യഥാർത്ഥത്തിൽ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലുള്ള ഏകത്വമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നുമില്ല, എന്നാൽ അവൻ കാഴ്ചയും കേൾവിയുമുള്ളവനാണ്. സൃഷ്ടികളിലെ ഒരു വിശേഷണവും അള്ളാഹുവിനുമില്ല. അതോടൊപ്പം അള്ളാഹുവിന് അവൻ്റേതായ വിശേഷണങ്ങളുണ്ട്. അവൻ്റെ ജലാലിനോടും അവൻ്റെ മഹത്വത്തിനോടും അവൻ്റെ ഔന്നിത്യത്തോടും യോജിക്കുന്ന തരത്തിലുള്ള സിഫാത്തുകൾ അവനുണ്ട്. അതാണ് വഹുവ സമീഉൽ ബസീർ, അള്ളാഹു കേൾവിയും കാഴ്ചയുമുള്ളവനാണ്. അപ്പോൾ മനുഷ്യന്മാർക്കും സൃഷ്ടികൾക്കുമൊക്കെ കേൾവിയും കാഴ്ചയും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാരുടെ ദുർബലതക്കും മനുഷ്യന്മാരുടെ ന്യൂനതക്കും യോജിച്ച രൂപത്തിലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ആ വിശേഷണങ്ങൾ പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലുമായിരിക്കും. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് വിശേഷണങ്ങളില്ല എന്നതല്ല, മറിച്ച് അള്ളാഹുവിന് അവന് യോജിക്കുന്ന തരത്തിൽ വിശേഷണങ്ങളുണ്ട് എന്നതാണ് വിശ്വസിക്കേണ്ടത്. വലാ ശൈഅ യുജിസുഹു, അള്ളാഹുവിനെ യാതൊന്നും കീഴ്പ്പെടുത്തുകയില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, വമാ കാന അല്ലാഹു ലിയുജ്സിഉ മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് ഇന്നഹു കാന അലീമൻ ഖദീറ. അള്ളാഹുവിനെ ഈ പ്രപഞ്ചത്തിലെ ആകാശഭൂമികളിലെ സൃഷ്ടികളിലെ ഒന്നും അള്ളാഹുവിനെ ആരും കീഴ്പ്പെടുത്തുകയില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ, തീർച്ചയായും അവൻ അറിവുള്ളവനും ശക്തിമാനുമാകുന്നു എന്ന് അള്ളാഹു തആല പറയാൻ. അള്ളാഹുവിനാണ് പരിപൂർണമായ കഴിവുള്ളത്, ശക്തിയുള്ളത്. മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. അതിൻ്റെ പരിപാലകനും സംരക്ഷകനും അതിൻ്റെ സംഹാരകനും അള്ളാഹു മാത്രമാണ്. വലാ ഇലാഹ ഗൈറഹു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ വസിഅ കുല്ല ശൈഇൻ ഇൽമ, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹുവാൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. വസിഅ കുല്ല ശൈഇൻ ഇൽമ, മുഴുവൻ വസ്തുക്കളെയും അവൻ്റെ അറിവ് ചൂഴ്ന്നു നിൽക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. ഈ മൂന്ന് വാചകങ്ങളിലൂടെ തൗഹീദിനെ സംബന്ധിച്ച് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട അടിയുറച്ച കാര്യങ്ങൾ ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിരിക്കുകയാണ്. ഒന്നാമതായി അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിലുള്ള ഏകത്വം, വലാ ശൈഅ മിസ്ലഹു എന്ന വാക്കിലൂടെ. വലാ ശൈഅ യുജിസുഹു, അള്ളാഹുവിനൊന്നും കീഴ്പ്പെടുത്തുന്നില്ല എന്ന അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിക്കുന്ന അവൻ്റെ റുബൂബിയത്തിനെ അറിയിക്കുന്ന തൗഹീദുർ റുബൂബിയ്യ എന്ന കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. മൂന്നാമത്തേത് തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനമായ വലാ ഇലാഹ ഗൈറഹു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വശവുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പിൽക്കാലത്ത് പല മദ്ഹബുകളിലെയും പണ്ഡിതന്മാർ തൗഹീദിനെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസകാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ ആദ്യമായി അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് തൗഹീദിനെ സംബന്ധിച്ചാണ്. അതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശദീകരണ രീതി. ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് ആ തൗഹീദ് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടിയായിരുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്, മുഴുവൻ സമുദായങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. എന്തിനു വേണ്ടി? അനിഅബുദുല്ലാഹ്,
വജ്തനിബു താഗൂത്ത്, അവരല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയും അല്ലാഹുവല്ലാത്ത ദൈവേതര ശക്തികളെ വെടിയുന്നതിന് വേണ്ടിയും എന്ന് അല്ലാഹു തആല പറയാൻ. സൂറത്ത് അറാഫിൽ നിരവധി പ്രവാചകന്മാരെ സംബന്ധിച്ച് ഒരേ രൂപത്തിൽ ഒരേ ശൈലിയിൽ അല്ലാഹു തആല പറയുന്നത് ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ ഹൂദ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം, അവരെല്ലാം തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞത് ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. യാ ഖൗമി, എൻ്റെ സമുദായമേ, ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. തൗഹീദിന്റെ ഈ പ്രാധാന്യം കൊണ്ട് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നീണ്ട 23 വർഷക്കാലത്തെ പ്രബോധനത്തിൽ ഏറ്റവും കൂടുതൽ തൗഹീദിലേക്കായിരുന്നു ജനങ്ങളെ ക്ഷണിച്ചത്. ശിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയുടെ പല പ്രദേശങ്ങളിലേക്കും സഹാബിമാരെ പ്രബോധകരായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫദഊഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിക്കുക. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരത്തെ സംബന്ധിച്ചും സക്കാത്തിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചുമൊക്കെ നിങ്ങൾ അവരെ അറിയിക്കുക എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയിലെയും അറേബ്യയുടെ പുറത്തുണ്ടായിരുന്ന രാജാക്കന്മാരിലേക്കും കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ എഴുതി അയച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങൾ തൗഹീദ് അംഗീകരിക്കുക എന്നതായിരുന്നു. ഇങ്ങനെ തൗഹീദ് അംഗീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് ഇസ്ലാം ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം തൗഹീദാണ്. തൗഹീദില്ലാതെ എത്ര വലിയ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിരിക്കുകയില്ല എന്നതാണ് ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ സമുദായങ്ങളെ ബോധവൽക്കരിച്ച തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഈ മൂന്നാമതായി പറഞ്ഞ വലാ ഇലാഹ ഗൈറുഹു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന തൗഹീദുൽ ഉലൂഹിയത്തിലേക്കാണ്. പ്രവാചകന്മാരും അവർ നിയോഗിക്കപ്പെട്ട സമുദായങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തർക്കം അള്ളാഹുവിനെ നിഷേധിച്ച് കാഫിറായി മാറിയവരെക്കാൾ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് മുശ്രിക്കായ ആളുകളായിരുന്നു പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഭൂരിഭാഗം മനുഷ്യന്മാരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ് ഖുൽ ഫഅന്നാ യുഫകൂൻ. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശ ലോകങ്ങളെയും ഭൂമിയെയും ആരാണ് പടച്ചതെന്ന് ചോദിച്ചാൽ വസഖറ അശ്-ശംസ വൽ ഖമറ, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, തീർച്ചയായും അള്ളാഹുവാണെന്നവർ പറയും. ലയഖൂലുന്ന, ഉറപ്പിച്ച് പറയാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന ലാമുൻ നൂനും ചേർത്തുകൊണ്ടാണ് ആ കാര്യം അള്ളാഹു പറയുന്നത്. ഖുൽ ഫഅന്നാ യുഫകൂൻ, എന്നിട്ടും എന്തേ നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് തെറ്റിക്കപ്പെടുന്നു? അള്ളാഹുവാണ് ആകാശ ലോകങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ആ അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റു ദേവീദേവന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരായ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബ് തൻ്റെ മക്കൾക്ക് പേര് നൽകിയത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്കത് വ്യക്തമായി തന്നെ കാണാൻ പറ്റും. എന്നാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള ദേവീദേവന്മാരിൽ വിശ്വസിക്കുന്നവരും പലതരത്തിലുള്ള ഒരേ ശക്തിയുള്ള നിരവധി ഇലാഹുകളിലും വിശ്വസിച്ചവരായിരുന്നു അവരെന്നൊക്കെ പല ആളുകളും സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആയത്തുകളിലൂടെ ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണ് ആകാശഭൂമികൾ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവരല്ലാഹുവാണെന്ന് മറുപടി പറയും എന്നതിനെ സംബന്ധിച്ച് അവർ പറയാറുള്ളത് അതൊക്കെ അവർ നാവുകൊണ്ട് കളവ് പറയുകയാണ്, അവർക്ക് മനസ്സിലതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് നിരക്കാത്ത ദുർവ്യാഖ്യാനമാണത്. ആകാശഭൂമികളെ ആര് പടച്ചു എന്ന് നിങ്ങൾ ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് അറബിയയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ മറുപടി പറയുമെന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തൻ്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞത് ഹും യഅ്തഖിദൂന ഹദാ ഫകൈഫ യുസ്റഫൂൻ, ഇതൊക്കെ അള്ളാഹുവാണ് പടച്ചതെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ പിന്നെ എങ്ങനെയാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റുള്ളവർക്ക് ആരാധന ചെയ്യുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാ രൂപത്തിലും ശരിയായി വിശ്വസിച്ചവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്ത് മുശ്രിക്കുകളായി മാറിയവരായിരുന്നു അവർ എന്നാണ്. ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ കപ്പൽ കടലിൽ തകർന്ന് തങ്ങൾ മരണപ്പെടുമെന്ന്
മുഖത്തോട് മുഖം അവർ മരണത്തെ കണ്ടാൽ അവർ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ, കരലിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ശിർക്ക് ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായി തന്നെയായിരുന്നു അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. മഹാന്മാരായ മുഫസ്സിറുകൾ ആ രൂപത്തിലാണ് ആ വചനങ്ങൾക്കൊക്കെ അർത്ഥം പറയുകയും ചെയ്തിട്ടുള്ളത്. പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്ന ജലാലനി തഫ്സീറിൽ സുയൂത്തി പറയുകയാണ്, ഐ ലാ യദ്ഊന മഅഹു ഗൈറഹു, കപ്പലിൽ വെച്ച് കാറ്റും കോളും വന്നാൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളോടും അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ലിഅന്നഹും ഫീ ശിദ്ദത്തിൻ ലാ യക്ഷിഫുഹാ ഇല്ലാഹു, കാരണം അവരിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും നീക്കാൻ പറ്റാത്ത മഹാദുരിതത്തിലാണെന്ന് ഉറപ്പുള്ളവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ എന്നാണ്. അപ്പോൾ മക്കാ മുശ്രിക്കുകൾക്ക് അറിയായിരുന്നു എല്ലാ ശക്തിയും കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ്, പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നൊക്കെ മക്കാ മുശ്രിക്കുകൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് മുഫസ്സിറുകളൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് അള്ളാഹു പറയുന്നത് വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹുവുൻ വലഇബ്, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയും വിനോദവുമാണ്. വൈന്നദ്ദാറൽ ആഖിറത, തീർച്ചയായും പരലോകമാകുന്നു, ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും രക്ഷപ്പെട്ടാൽ ശിർക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ഇമാം റാസി പറയാണ്. ബയാനു ദാലിക, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നഹും ഇദൻകത റജാഹും അനി ദുനിയാ, മരണത്തെ മുഖാമുഖം കണ്ട് ഇനി ദുനിയാവിലേക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല എന്നുറപ്പിച്ചാൽ, ഇൻകത റജാഹും അനി ദുനിയാ, ദുനിയാവിലേക്ക് ഇനി മടക്കമില്ല എന്നുറപ്പിച്ചാൽ, റജാഉ ഇലൽ ഫിത്രത്തി ഷാഹിദത്തി ബി തൗഹീദ്, അവർ തൗഹീദ് അംഗീകരിക്കുകയും അവരുടെ യഥാർത്ഥ പ്രകൃതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമെന്നാണ്. വഹദു, അവർ അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിക്കുകയും അഖ്ലസു, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഫൈദ അൻജാഹും വ അർജഅഹും, അവർക്ക് അള്ളാഹു ജീവിതം തിരിച്ചു നൽകി അവരെ രക്ഷപ്പെടുത്തിയാലോ, ആദു ഇലാ മാ കാനു അലൈഹി മിൻ ഹുബ്ബുദ് ദുനിയാ വഅശ്റകു, അവർ വീണ്ടും ദുനിയാവിനെ തിരഞ്ഞെടുത്ത് ശിർക്ക് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഇമാം റാസി പറയുന്നത്. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ ദുരിതം വന്ന് കാറ്റും കോളും വന്ന് കപ്പൽ തകർന്ന് മരണത്തെ മുഖാമുഖം കണ്ടാൽ അള്ളാഹുവിലേക്ക് മടങ്ങാറുണ്ടായിരുന്നു. പിന്നെ കരയിലെത്തിയാൽ വീണ്ടും ശിർക്ക് ചെയ്യുന്നതോ അവരുടെ കുടുംബക്കാർ മുശ്രിക്കുകളാണ്, മുവഹിദുകളായി ഉറച്ചു നിൽക്കാൻ പ്രയാസമാണ്. അങ്ങനെ ദുനിയാവിനെ തിരഞ്ഞെടുത്ത് ശിർക്കിലേക്ക് മടങ്ങുന്നവരായിരുന്നു എന്നാണ് മഹാന്മാരായ മുഫസ്സിറുകൾ ഇങ്ങനെയുള്ള സൂക്തങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും അവരെ ആരാധനകൾ സമർപ്പിക്കാറുണ്ടായിരുന്നു. ഇതിനർത്ഥം മക്കാ മുശ്രിക്കുകളൊക്കെ ഷർത്തും ഫർളും തികഞ്ഞ മുഅ്മിനീങ്ങളായിരുന്നു എന്നല്ല, മറിച്ച് മക്കാ മുശ്രിക്കുകളിൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മഹാബഹുഭൂരിഭാഗം ആളുകളുണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഒരുപക്ഷെ മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന മുൽഹിദീങ്ങൾ, നിരീശ്വരവാദികളുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ അള്ളാഹുവിനെ പോലെ കഴിവുള്ള വേറെ ഇലാഹുമാരുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കാ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അതോടൊപ്പം മക്കയിലുണ്ടായിരുന്ന പ്രവാചകന്മാർ നിയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്ന സമുദായങ്ങളിൽ മഹാഭൂരിഭാഗവും അള്ളാഹുവിനെ അംഗീകരിക്കുകയും പ്രപഞ്ചത്തിൻ്റെ സിട്ടാവിനെ ഉൾക്കൊള്ളുകയും അതോടൊപ്പം ആ പ്രപഞ്ച സിട്ടാവായ നാഥനെ ആരാധിക്കാതെ മറ്റുള്ളവരെയും ആരാധിക്കുന്നവരായിരുന്നു. മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയുമായിരുന്നില്ല. അതല്ലെങ്കിൽ അവരങ്ങനെ അള്ളാഹുവിനെ അറിയുമെന്ന് പറഞ്ഞത് കളവായിരുന്നുവെങ്കിൽ ആ കാര്യം അള്ളാഹുവിന് അറിയില്ലേ? മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിന് വിശ്വാസമുള്ളത് അള്ളാഹു അംഗീകരിച്ചിരുന്നതായി വിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അറബികളുടെ ഏറ്റവും വലിയ വരുമാന മാർഗവും അവരുടെ ഉപജീവന മാർഗവും കൃഷിയേക്കാളേറെ പലപ്പോഴും കാലി സമ്പത്ത് കൂടിയായിരുന്നു. അങ്ങനെയുള്ള കാലികളിൽ അവർ പലതരത്തിലുള്ള കാലികളെ പല രൂപത്തിലും നേർച്ചയും മറ്റുമൊക്കെയായി പ്രഖ്യാപിക്കുകയും അള്ളാഹുവിന് ചിലത് നേർച്ചയാക്കും, അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കാറുണ്ടായിരുന്നു. ചില മൃഗങ്ങൾക്ക് ചില പ്രത്യേക രൂപം എത്തിക്കഴിഞ്ഞാൽ അവരത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെ പുരുഷന്മാർക്ക് മാത്രം പ്രത്യേകമാണ്, സ്ത്രീകൾക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം മാറ്റിവെക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂറത്ത് അൻആമിലൂടെയും സൂറത്ത് മാഇദയിലൂടെയും അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു തആല പറയാണ്, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ വഅക്സറുഹും ലാ യഅഖിലൂൻ. തീർച്ചയായും അള്ളാഹു ബഹീറത്തിനെയോ സായിബത്തിനെയോ വസീലത്തിനെയോ ഹാമിനെയോ നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി പറയുകയാണ്. എന്തായി പറഞ്ഞത്? മക്കയിലുണ്ടായിരുന്ന അറബികൾ പറയാറുണ്ടായിരുന്നു, 7 പ്രസവിച്ച ആട് അല്ലെങ്കിൽ ഒട്ടകം പിന്നെയും പ്രസവം തുടർന്നാൽ അതിനെ അവർ പറയും അതിന് പ്രത്യേക സ്ഥാനം ലഭിച്ചിട്ടുണ്ട്, അത് വസീലത്താണ്
ഇനി അത് നേർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ മാറ്റി നിർത്താറുണ്ടായിരുന്നു എന്നാണ്. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചതാണ്. വസീലത്ത്, ഹാമ്, സായിബത്ത് തുടങ്ങിയ മൃഗങ്ങളൊക്കെ അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചതാണ് എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ചതല്ല, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പറയുകയാണ് എന്ന് ആക്ഷേപിക്കുകയാണ്. മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥ റബ്ബിലല്ല വിശ്വസിച്ചിരുന്നതെങ്കിൽ അള്ളാഹു എന്താ പറയുക? വലാകിന്നല്ലദീന കഫറു യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പറയുകയാണെന്നല്ല, നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പേരിൽ കളവ് പറയുകയാണ് എന്നായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുക. അതേപോലെ തന്നെ അവർ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു, ഞങ്ങളുടെ ഇന്ന കാലികൾ പ്രസവിച്ചാൽ വഖാലു മാ ഫീ ബുതൂനി ഹാദിഹിൽ അൻആമി ഖാലിസത്തുൻ ലിദുകൂരിന, അത് ഞങ്ങളുടെ പുരുഷന്മാർക്ക് മാത്രം തിന്നാനും പുരുഷന്മാർക്ക് മാത്രം സവാരി ചെയ്യാനുള്ളതാണ് എന്നവർ വിധിക്കാറുണ്ടായിരുന്നു. വ മുഹറമുൻ അലാ അസ്വാജിന, ഞങ്ങളുടെ ഇണകളായ ഞങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്കത് അതിൻ്റെ പുറത്ത് സവാരി ചെയ്യാനോ അത് ഭക്ഷിക്കാനോ പാടില്ല. വയ്യക്കും മൈത്തൻ ഫഹും ഫീഹി ശുറക്ക, അങ്ങനെ ആ മൃഗങ്ങൾ പിന്നീട് ചത്താൽ അവരെല്ലാവരും അതിനെ ഭക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നത്, അതിൻ്റെ വയറ്റിലുള്ളതിനെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയത്, അതല്ല ആ മൃഗത്തെയാണോ നിഷിദ്ധമാക്കിയത്? മൃഗത്തെയാണ് നിഷിദ്ധമാക്കിയതെങ്കിൽ അതിൻ്റെ വയറ്റിലുള്ള ആണും പെണ്ണിനെയും അള്ളാഹു നിഷിദ്ധമാക്കും എന്നൊക്കെ യുക്തിപരമായി മുശ്രിക്കുകളോട് ചോദിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞ കളവിനെയാണ് അള്ളാഹു നിഷേധിക്കുന്നത്. അവിടെയൊന്നും നിങ്ങൾ പറയുന്നത് അള്ളാഹു ഞാനല്ല എന്ന് അള്ളാഹു നിഷേധിക്കുന്നില്ല. ഇവിടെയൊക്കെ അള്ളാഹുവിലായിരുന്നു അവർ വിശ്വസിച്ചത്, അള്ളാഹുവിൻ്റെ പേരിലായിരുന്നു അവർ കളവ് പറയുന്നത് എന്ന് അള്ളാഹു അംഗീകരിക്കുകയാണ്. മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ള സൂക്തങ്ങളെയൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ അവർ പങ്കുചേർത്ത് ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ് നമ്മൾക്ക് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഹുസൈൻ വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി, കം തഅബ്ദുൽ യൗമ ഇലാഹ, നിങ്ങൾ എത്ര ഇലാഹുകളെയാണ്, ആരാധ്യന്മാരെയാണ് ആരാധിക്കുന്നത്? അയാൾ പറയുകയുണ്ടായി, സബഅതൻ, 7 ദൈവങ്ങളെ, സിത്തത്തുൻ ഫിൽ അർളി വവാഹിദുൻ ഫിസ് സമാ, അവയിൽ 6 ഭൂമിയിലാണ്, 7ാമത്തെ ഒന്ന് മുകളിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി, മൻ ലി റഗ്ബതിക വ റഹബതിക, നിങ്ങൾ ഭയത്തോടെയും പ്രതീക്ഷയോടും കൂടി ആരോടാണ് പ്രാർത്ഥിക്കാറുള്ളത്? അയാളുടെ മറുപടി മൻ ഫിസ് സമാ, ആകാശത്തുള്ളവനോട് എന്ന് മറുപടി പറയാൻ. ഇത് ഒരു ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം മറുപടിയല്ല, മറിച്ച് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന മഹാഭൂരിഭാഗം അറബികളും അങ്ങനെയുള്ള മുശ്രിക്കുകളായിരുന്നു എന്ന് പണ്ഡിതന്മാർ തന്നെ, അശ്അരി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇസ്ലാമിക ലോകത്ത് കാലാകാലങ്ങളിലായി ഉടലെടുത്ത പ്രസ്ഥാനങ്ങളൊക്കെയും തൗഹീദിൻ്റെ ഈ പ്രാധാന്യത്തെ വില കുറച്ച് കാണിക്കുന്നവരോ അതല്ലെങ്കിൽ തൗഹീദിനെ തെറ്റായി മനസ്സിലാക്കിയവരോ ആണെന്ന് നമ്മൾക്ക് അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് മുഅ്തസിലിയാക്കൾ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഉടലെടുത്ത കക്ഷികളിൽപ്പെട്ട വിഭാഗമാണ്. അവരിൽ നിന്നാണ് ഒരുപാട് ചിന്താപരമായ ഫിത്നകൾ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് ആദ്യമായി നിർബന്ധമായ ബാധ്യത അള്ളാഹുവിനെ നിരീക്ഷിച്ച് കണ്ടെത്തുക എന്നതാണ്. അങ്ങനെ ഗവേഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഒക്കെ അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് അള്ളാഹു എങ്ങനെയൊക്കെ ഉള്ളവനായിരിക്കണം എന്ന് അവർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സിഫാത്തുകളുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് പ്രത്യേകം അഫ്ആലുകളുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരായിട്ടാണ് അവർ കാണുന്നത്. അള്ളാഹു കോപിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ വിശേഷണമാണ്, പറയാൻ പാടില്ല. അപ്പോൾ ഹദീസുകളിൽ അങ്ങനെ വന്നതോ അത് ആലങ്കാരികമായി പ്രയോഗിച്ചതായതിനാൽ അത് വ്യാഖ്യാനിച്ചൊപ്പിക്കുക. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ് തുടങ്ങിയ പ്രയോഗങ്ങളൊന്നും പറയാൻ പാടില്ല, അതൊക്കെ സൃഷ്ടികളുടേതാണ്, അതിനെ നിഷേധിക്കലാണ് തൗഹീദ് എന്ന് പറയുകയും ആ രൂപത്തിലേക്ക് വഴിതെറ്റി പോവുകയും പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകുകയുമാണ് മുഅ്തസിലിയാക്കൾ ചെയ്തത്. സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം തൗഹീദാണ് ഏറ്റവും പ്രധാനം. പക്ഷേ തൗഹീദ് നമ്മൾ പഠിപ്പിക്കുന്ന തൗഹീദല്ല. അവരെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹു അല്ലാതെ വല്ലതും ഉണ്ട് എന്നാരെങ്കിലും വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. മറിച്ച് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ. സൃഷ്ടാവ് എന്ന വേർതിരിവ് നടത്തിയവൻ മുശ്രിക്കായി. നമ്മൾ കോടാനുകോടി ജീവജാലങ്ങളൊക്കെ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതോടുകൂടി കോടാനുകോടി പങ്കാളികളെയാണ് നമ്മൾ അള്ളാഹുൽ വെച്ചിട്ടുള്ളത് എന്നാണ് സൂഫിയാക്കൾ പറയുന്നത്. ഇതിനാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഹൈന്ദവരുടെ മതങ്ങളുടെ ഒക്കെ അടിത്തറ അദ്വൈത സിദ്ധാന്തത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ്. സൂഫിയാക്കൾക്ക് ആ വിശ്വാസം ലഭിച്ചതും ഇന്ത്യ പോലുള്ള നാടുകളിലെ അദ്വൈത വിശ്വാസികളിൽ നിന്നാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അശ്അരി മദ്ഹബുകാർ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ് അല്ല അവരുടെ പ്രധാനപ്പെട്ട വിഷയം. മറിച്ച് അവർ പറയാറുള്ളത് അള്ളാഹു അവൻ്റെ വിശുദ്ധതാത്തിൽ ഏകനാണ്, കൂടിച്ചേർന്നവനോ ഒന്നിച്ചു ചേർന്നവനോ കൂടുതൽ ആളത്തങ്ങളോ ഉള്ളവനല്ല, ലാ കസീവലഹു. അതേപോലെ തന്നെ അള്ളാഹു അവൻ്റെ അഫ്ആലുകളിൽ, അവൻ്റെ പ്രവൃത്തികളിൽ അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുന്നവനില്ല. മൂന്നാമത്തേത് അള്ളാഹുവിനെ പോലെ വിശേഷണങ്ങളില്ല.
ഇവിടെയൊന്നും പ്രവാചകന്മാർ തങ്ങളുടെ ഉമ്മത്തിനോട് പ്രബോധനം ചെയ്ത തൗഹീദുൽ ഇബാദത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം കടന്നു വരികയോ അത് അവർ പ്രസ്താവിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അശ്അരി മദ്ഹബുകാർ ഇസ്ലാമിക ലോകത്ത് ഭൂരിപക്ഷമായതിനാൽ അവർക്കിടയിലാണ് ശിർക്ക്പരമായ കാര്യങ്ങൾ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ അശ്അരി മദ്ഹബിൻ്റെ നേതാവായ ഹബീബ് ജിഫ്രിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ തൗഹീദിനെ സംബന്ധിച്ച് പറയുകയും ശിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യാറുണ്ട്. അതൊക്കെ അഖീദയുടെ ഗ്രന്ഥങ്ങളല്ല, അതൊക്കെ അമലിയാത്തിൽപ്പെട്ടതായതിനാൽ ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിലാണ് ഞങ്ങൾ പറയാറുള്ളത് എന്നാണ്. അതായത് അവരുടെ രണ്ടാമത്തെ ഒരു വ്യതിയാനാണത്. അവർക്ക് വിശ്വാസവും അമലിയാത്തും രണ്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ഭാഗം തന്നെയാണ് അമലുകളും. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ഒരാളുടെ ഈമാൻ വർദ്ധിക്കും, കർമ്മങ്ങൾ പ്രവർത്തിക്കാതെ ഉപേക്ഷിച്ചാൽ അയാളുടെ ഈമാൻ കുറയും. എന്നാൽ അശ്അരി മദ്ഹബുകാർ ഈ വിഷയത്തിൽ ഇർജാ നടത്തിയിരിക്കുകയാണ്. അതായത് വിശ്വാസം ഒന്ന് വേറെ, അമലുകളൊന്ന് വേറെ. അതുകൊണ്ട് തന്നെ അഖീദ ഗ്രന്ഥങ്ങളിലൊന്നും പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ ഇബാദത്തിനെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ വളരെ വിരളമായി മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ ആരോപിക്കുന്നതല്ല, അവർ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇമാം തഹാവി ഇവിടെ പറയുന്നത് അന്നല്ലാഹ വാഹിദുൻ ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല എന്നാണ്. അപ്പോൾ ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. പങ്കുകാർ എപ്പോഴാണ് സ്ഥാപിക്കപ്പെടുക എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞാൽ തസ്വിയത്തു ഗൈറല്ലാഹി ബിഹി ഫീമാ ഹുവ മിൻ ഖസായിസിഹി, അള്ളാഹുവിന് പ്രത്യേകമായി ഉണ്ടായ സംഗതികളിൽ എന്തിലെങ്കിലും അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളെ പങ്കു ചേർക്കുക, അതിനാണ് ശിർക്ക് എന്ന് പറയുക എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് ആ വിശദീകരണമാണ്, ആ നിർവചനമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നഹു മൻ യശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അള്ളാഹു അയാൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവൻ്റെ പതനസ്ഥാനം നരകമായിരിക്കും. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ശിർക്ക് ചെയ്ത് നരകത്തിൽ പോകുന്ന ആളുകൾക്ക് സഹായികളോ ശുപാർശക്കാരോ ഉണ്ടായിരിക്കുകയില്ല എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അള്ളാഹു പറയുന്നത് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുകയും നഷ്ടക്കാരിൽപ്പെട്ട് നിങ്ങൾ നരകത്തിൽ പതിക്കുകയും ചെയ്യുമെന്നാണ്. എന്നാൽ അശ്അരി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം, സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ശിർക്ക് അത്ര ഗൗരവമുള്ള വിഷയമല്ല. അവർ ഗൗരവമുള്ള ശിർക്കായി കാണുന്നത് അവരുടെ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിർക്കായി മാറിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ എന്താണ് അവരുടെ അടുക്കൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ, സഅദുദ്ദീൻ തഫ്താസാനി അദ്ദേഹത്തിൻ്റെ ശറഹുൽ അഖായിദിൽ പറയുന്നുണ്ട്, അൽ ഇശ്റാഖു ഹുവ ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യ ബിമാനാ വുജൂബിൽ വുജൂദി കമാലിൽ മജൂസി ഔ ബിമാനാ ഇസ്തിഹ്ഖാഖുൽ ഇബാദത്തി കമാലി അബദത്തിൽ അസ്നാം. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനൊരു പങ്കാളിയുണ്ടെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ മറ്റൊരു ഇലാഹുണ്ടെന്ന് വിശ്വസിക്കുക. ബിമാനാ വുജൂബിൽ വുജൂദി, എല്ലാ കാരണങ്ങളുടെയും മൂലകാരണമായ നിലയിൽ അള്ളാഹുവിനെ പോലെ പണ്ടേ ഉള്ള ഒരു ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചതാണ് ഷിർക്ക് കമാലിൽ മജൂസിയാക്കൾ ചെയ്യും പോലെ. അവർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടോ അല്ലേ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹം പറയാണ്, മജൂസികൾ അങ്ങനെ തുല്യ ശക്തിയുള്ള അള്ളാഹുവിനെ പോലെയുള്ള മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഔ ബിമാനാ ഇസ്തിഹ്ഖാഖുൽ ഇബാദത്തി, അതല്ലെങ്കിൽ ഇബാദത്ത് മറ്റുള്ളവർക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഇലാഹുമാരുണ്ടെന്ന് വിശ്വസിച്ചാൽ കമാലി അബദത്തിൽ അസ്നാം, വിഗ്രഹാരാധകരെ പോലെ, അങ്ങനെ മാത്രമേ ശിർക്കാവുള്ളൂ എന്നാണ്. ഇവിടെ തഫ്താസാനി പറയുന്ന കാര്യങ്ങളൊക്കെ ശിർക്ക് തന്നെയാണ്, സംശയമില്ല. അതോടൊപ്പം ഇത് മാത്രമല്ല ശിർക്ക്. നമ്മുടെ നാടുകളിലൊക്കെയുള്ള അശ്ശരിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വിശദീകരണത്തിൽ കടിച്ചു തൂങ്ങി ബാക്കിയുള്ള ഒരു ശിർക്കിനെയും അവർ അംഗീകരിക്കാറില്ല എന്നതാണ് സത്യം. അശ്ശരി മദ്ഹബുകാരിൽ തന്നെ ഈ രൂപത്തിലല്ലാതെ ഷിർക്കിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. തഫ്താസാനി മരണപ്പെടുന്നത് ഹിജ്റ 792 സമർക്കന്തുകാരനായ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ജീവിച്ച പണ്ഡിതനാണ് ശറഹുൽ മുഖദ്ദിമാത്ത് രചിച്ച മുഹമ്മദ് ബിൻ യൂസുഫ് സനൂസി അൽ ഹസനി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം ഹിജ്റ 895 നിര്യാതനായ അശ്ശരി മദ്ഹബിലെ പ്രധാനപ്പെട്ട ആലിമാണ്. അദ്ദേഹം പറയാണ്, അൻവാഉ ശിർക്ക് സിത്തത്തുൻ, ഷിർക്ക് 6 രൂപത്തിൽ വരും. ഒന്ന് ഷിർക്കുൽ ഇസ്തിഖ്ലാൽ, ഒന്ന് പ്രത്യേകം തന്നെ അള്ളാഹുവിൽ പങ്കുകാരനുണ്ട് എന്ന് വിശ്വസിക്കുക. ഇലാഹൈനി മുസ്തഖല്ലീനി കശിർക്കിൽ മജൂസ്, മജൂസികളെ പോലെ പ്രത്യേകം ഇലാഹുമാരുണ്ട് എന്ന് വിശ്വസിക്കുക. വശിർക്കു തബഈൽ, അതല്ലെങ്കിൽ അള്ളാഹു വിവിധങ്ങളായ ഭാഗങ്ങൾ കൂടിച്ചേർന്നവനാണ് എന്ന് വിശ്വസിക്കുക. കശിർക്കിൻ നസാറ, നസ്രാണികളെ പോലെ. വശിർക്കു തഖരീബ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുക. വഹുവ ഇബാദത്ത് ഗൈറുല്ലാഹി തആല ലിയതഖറബ ഇലല്ലാഹി തആല സുൽഫ, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടി
ദൈവേതര ശക്തികളെ ആരാധിക്കുക ഷിർക്കി മുതഖദ്ദിമി അൽ ജാഹിലിയ മുൻകാല ജാഹിലിയ കാലത്തെ മുശ്രിക്കുകളെ പോലെ വഷിർക്കു തഖ്ലീദിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ വഹുവ ഇബാദത്തു ഗൈറുല്ലാഹി തആല തബഅൻ ലിൽ ഗൈരി ഷിർക്കി മുതഅഖിരി അൽ ജാഹിലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ജാഹിലിയ കാലത്തെ അറബികൾ ചെയ്യാറുള്ളതുപോലെ പ്രപിതാക്കളെ അനുകരിച്ചുകൊണ്ട് ഷിർക്ക് ചെയ്യുക. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഹൈന്ദവരെ സംബന്ധിച്ചൊക്കെ ആ രൂപത്തിലാണ്. വിശ്വാസത്തിന് പ്രത്യേകിച്ച് അടിത്തറയൊന്നുമില്ലെങ്കിലും തങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ ചെയ്യാറുള്ള ഒരു ആചാരം എന്ന നിലയിൽ ഷിർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, അതും ഷിർക്കിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ വഷിർക്കു അസ്ബാബ് വഹുവ ഇസ്നാദു തൈസീർ ലിൽ അസ്ബാബിൽ ആദിയ കഷിർക്കിൽ ഫലാസിഫത്തി വ താബീൻ. ശാസ്ത്രജ്ഞന്മാരും അതേപോലെ തന്നെ കാലാവസ്ഥക്കാരും ഫിലോസഫിക്കാരും ഒക്കെ പറയാറുള്ളത് പോലെ മഴ പെയ്തത് ഇന്ന കാരണത്താലാണ്, മരിക്കുന്നത് ഇന്ന കാരണത്താലാണ് എന്നൊക്കെ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളെ അള്ളാഹുലേക്ക് ചേർത്തി പറയാതെ ആ കാരണങ്ങളിലേക്ക് ചേർത്തി പറയാം, അതും ഷിർക്കാണ് എന്നാണ് സനൂസി പറയുന്നത്. അതേപോലെ തന്നെ ആറാമത്തേത് ഷിർക്കു അയറാദ്, അള്ളാഹു അല്ലാത്തവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക, റിയാ, ലോകമാന്യം പോലെയുള്ള ഷിർക്ക്. ഈ 6 രൂപത്തിലും ഷിർക്ക് കടന്നു വരാം എന്ന് അശരീ മദ്ഹബുകാരായ പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവർ മുഖവിൽ കിടക്കാറില്ല. തഫ്താസാനി പറഞ്ഞ ഈ വിശദീകരണത്തിൽ കടിച്ചുകൂടി ഷിർക്കിന്റെ ഗൗരവത്തെ ചുരുക്കി കാണുകയും ഷിർക്കിനെ തന്നെ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. വിശ്വാസികളായ ആളുകളിൽ ഷിർക്ക് ആരോപിക്കുന്നു എന്ന് വിലപിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അശരീ മദ്ഹബുകാരായ പണ്ഡിതന്മാർ തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർക്ക് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പ്രവാചകന്മാർ തങ്ങളുടെ അനുയായികളെ ബോധവൽക്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഷിർക്ക് യഥാർത്ഥത്തിൽ തഫ്താസാനിയുടെ ഈ വിശദീകരണത്തിൽ കടന്നു വരുന്നില്ല. 2 ഇലാഹുമാരുണ്ടെന്ന വിശ്വാസം അറബികൾക്ക് ആർക്കുണ്ടായിരുന്നില്ല. ഇമാം റാസി ആ കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിഗ്രഹാരാധകരെ പോലെ ആരാധനയെ അർഹിക്കുന്നവരുണ്ടാവുക, ആ വിശ്വാസം പലപ്പോഴും അല്ലെങ്കിൽ ഭൂരിഭാഗം അറബികൾക്കും അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് ശരിയാണ്. എന്നാൽ അത് മാത്രമായിരുന്നോ ഷിർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അതുമാത്രമല്ല ഷിർക്കെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾക്ക് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് സൂറത്ത് അൻആമിലെ 121-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, വലാ തഅകുലൂ മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ് വഇന്ന ശയാത്തീന ലയുഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും വഇൻ അതഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. മക്കാ മുശ്രിക്കുകൾക്കിടയിൽ ഉണ്ടായത് ഒരു സമ്പ്രദായമായിരുന്നു ശവം തിന്നുക എന്നുള്ളത്. ബിസ്മി ചൊല്ലാതെ അറക്കുകയും അതിനെ ഭക്ഷിക്കുകയും ചെയ്യുക. എന്നിട്ട് ബിസ്മി ചൊല്ലി അറക്കുന്ന വിശ്വാസികളോട് തർക്കിക്കാൻ വരിക. എന്താ? ബിസ്മി ചൊല്ലി അറക്കുമ്പോൾ നിങ്ങളാണ് അറക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഭക്ഷിക്കുന്നു. ബിസ്മി ചൊല്ലാതെ ചത്തുപോകുന്നത് അള്ളാഹു മരിപ്പിക്കുന്നതാണ്, അത് നിഷിദ്ധമാണെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ അള്ളാഹുവിനേക്കാളും ശ്രേഷ്ഠന്മാരാണല്ലേ? അള്ളാഹു കൊന്നതിനെ നിങ്ങൾ നിഷിദ്ധമാണെന്ന് പറയുകയും നിങ്ങൾ അറുത്ത് കൊല്ലുന്നതിനെ നിങ്ങൾ അനുവദനീയമാണെന്നും പറയുക വഴി നിങ്ങൾ അള്ളാഹുവിൻ്റെ മുകളിൽ കയറി സംസാരിക്കുന്നവരാണ് എന്ന് മജൂസികളായ ആളുകൾ മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ ന്യായം പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസികളോട് തർക്കിക്കുകയും ചെയ്ത സംഭവം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞുകൊണ്ട് പറയാൻ, വൈൻ അതാഴ്ത്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. നിങ്ങളെങ്ങാനും അവിശ്വാസികളുടെ വാദങ്ങൾ കേട്ട് അംഗീകരിച്ച് ആ ശവം തിന്നാൽ, അതായത് ബിസ്മി ചൊല്ലാതെ അറുത്ത മൃഗത്തെ നിങ്ങൾ ഭക്ഷിച്ചാൽ ഇന്നകും ലമുശ്രികൂൻ, നിങ്ങളും മുശ്രിക്കാകുമെന്നാണ്. ഇവിടെ അള്ളാഹുവിനെ പോലെ കഴിവുള്ള മറ്റൊരു ഇലാഹിൽ വിശ്വസിച്ചാൽ നിങ്ങൾ മുശ്രിക്കാകുമെന്നല്ല അല്ലാഹു തആല പറയുന്നത്. നിങ്ങൾ അവിശ്വാസികളുടെ തർക്കം കേട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാതെ അർത്ഥത് ഭക്ഷിച്ചാൽ, അതായത് ശവം ഭക്ഷിച്ചാൽ മുശ്രിക്കായി മാറുമെന്നാണ്. ഇമാം റാസി ഈ സൂക്തത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സജ്ജാജിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, വഫീഹി ദലീലുൻ അലാ അന്ന കുല്ല മൻ അഹല്ല ശൈഅൻ മിമ്മാ ഹറമല്ലാഹു തആല ഔ ഹറമ ശൈഅൻ മിമ്മാ അഹല്ലല്ലാഹു ഔ ഹറമ ശൈഅൻ മിമ്മാ അഹല്ലല്ലാഹു തആല ഫഹുവ മുശ്രികുൻ വഇന്നമാ സുമ്മിയ മുശ്രികൻ ലിഅന്നഹു അസ്ബത ഹാകിമൻ സിവല്ലാഹി തആല വഹാദാ ഹുവ ശിർക്കു. ഈ സൂക്തത്തിൽ തെളിവുണ്ട്, അന്ന കുല്ലമൻ അഹല്ല ശൈഅൻ മിമ്മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ആരെങ്കിലും ഹലാലാക്കിയാൽ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ആരെങ്കിലും ഹലാലാക്കുകയോ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളെ ആരെങ്കിലും നിഷിദ്ധമാക്കുകയും ചെയ്താൽ ഫഹുവ മുശ്രിക്കുൻ, അവനാണ് മുശ്രിക്ക്. കാരണം അവൻ അള്ളാഹുവിന് പുറമെ ഹലാലും ഹറാമും തീരുമാനിക്കാൻ മറ്റുള്ളവർക്ക് അവകാശം നൽകുകയാണ്. വഹാദാ ഹുവ ശിർക്കു, അതാണ് ശിർക്ക്. അപ്പോൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് ശിർക്കായതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഹറാമും ഹലാലും തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് വകവെച്ചു കൊടുക്കുന്നതും ശിർക്കാണ് എന്ന് അശരീ മദ്ഹബുകാരനായ ഇമാം റാസി പറയാണ്. അതേ കാര്യം തന്നെ സനൂസി പറയാണ്. പക്ഷേ അവരത് അംഗീകരിക്കാറില്ല. അശരീ മദ്ഹബുകാരാണെന്ന് പറയുന്ന ആളുകൾ ഇത് മുകളിലേക്ക് കൊടുത്തുകൊണ്ടല്ല ശിർക്കിനെ സംബന്ധിച്ച് പഠിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കലും ഒരു സഹാബി വന്നു.
എന്നിട്ട് അദ്ദേഹം എന്തൊക്കെയോ സംസാരിച്ചു. പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഷാ അള്ളാഹു ഷീത്ത, അള്ളാഹും റസൂലും വിചാരിച്ചാൽ അങ്ങനെ വരട്ടെ. അയാളെ തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിനോട് കോപിക്കുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അജഅൽതനീ ലില്ലാഹി നിദ്ദ, നീ ഇപ്പോൾ എന്നെ അള്ളാഹുവിനെ പോലെയാക്കിയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയുണ്ടായി, കുൽ മാഷാ അള്ളാഹു വഹ്ദഹു, നീ പറയേണ്ടത് അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്നാണ്. അപ്പോൾ മശിയത്തുള്ളത് അള്ളാഹുവിനാണ്. അള്ളാഹുവിൻ്റെ കൂടെ റസൂലിനെ ചേർത്ത് പറഞ്ഞതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കുന്നത് അജഅൽതനീ ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ എന്നാണ്. ഏത് വിഷയത്തിലാണ്? അള്ളാഹുവിനെ പോലെ വാജിബുൽ വജൂദായ ഒരു ദൈവമാണ് റസൂൽ എന്ന് ആ സഹാബി വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിനെ പോലെ ഇബാദത്ത് അർഹിക്കുന്ന ഒരു ഇലാഹാണ് റസൂൽ എന്ന് ആ സഹാബി പറഞ്ഞിട്ടില്ല. മറിച്ച് എന്തേ പറഞ്ഞിട്ടുള്ളൂ? മശിയത്തിൽ അള്ളാഹുവും റസൂലും വിചാരിച്ചാൽ എന്ന് ചേർത്ത് പറഞ്ഞപ്പോഴേക്ക് അത് അള്ളാഹുവിനെ പോലെ മറ്റൊരു സമനായ ഇലാഹിനെ ഉണ്ടാക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ ആ ദിവസങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരായിരുന്നു. അവർ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവരുടെ മനസ്സിലേക്ക് പഴയ ഒരു ആചാരം ഓർമ്മയിൽ വന്നു. യുദ്ധത്തിനോ മറ്റോ പുറപ്പെടുമ്പോൾ അവർ ആയുധ പൂജ നടത്താറുണ്ട്. മരത്തിലോ മറ്റോ അവരുടെ വാളും പരിചയമൊക്കെ കെട്ടിത്തൂക്കി വെച്ച് ബർക്കത്തെടുക്കുക, എന്നാൽ വിജയത്തിന് വിജയിക്കുമെന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവരതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്ത അൻവാത്ത്, മക്കാ മുശ്രിക്കുകൾക്കൊക്കെ അവരുടെ ആയുധങ്ങൾ കെട്ടിത്തൂക്കി ബർക്കത്തെടുക്കാനുള്ള ഒരു മരമുള്ളതുപോലെ ഞങ്ങൾക്കും ബർക്കത്തെടുക്കാൻ ഒരു മരം നിശ്ചയിച്ചു തരണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അല്ലാഹു അക്ബർ, ഇന്ന ഹസനൻ ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ മൂസ, അള്ളാഹുവാണ് മഹാൻ, അള്ളാഹുവാണ് വലിയവൻ. ഇത് നിങ്ങൾ മറ്റു സമുദായങ്ങളിൽ നിന്ന് പകർത്തുന്ന ചീത്ത നടപടിയാണ്. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ബനൂ ഇസ്രായേലിയർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കൊക്കെ ആരാധിക്കാൻ കാളക്കുട്ടിയൊക്കെ ഉള്ളതുപോലെ ഞങ്ങൾക്കും ആരാധിക്കാൻ ഒന്നിനെ നിശ്ചയിച്ചു തരണം എന്ന് മൂസാ നബിയോട് ബനൂ ഇസ്രായേലുകാർ ചോദിച്ചതുപോലെയുള്ള ശിർക്കിൻ്റെ ചോദ്യമാണ് ലതർകബുന്ന സനന മൻ കാന ഖബലക്കും, നിങ്ങളും ആ രൂപത്തിൽ മറ്റ് സമുദായങ്ങളെ അനുകരിക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ കൂടിയ സഹായിമാർക്കൊക്കെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, റസൂലിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതോടൊപ്പം ബർക്കത്തെടുക്കാൻ ഒരു മരത്തെ ചോദിച്ചതാണ്. അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്കായി പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ പോലെ കേൾവിയും കാഴ്ചയും ശക്തിയുള്ള മറ്റൊരു ഇലാഹിനെ അവർ ചോദിച്ചിട്ടില്ല. അള്ളാഹുവിനെ പോലെ ഇബാദത്ത് സമർപ്പിക്കാനുള്ള ഒരു വിഗ്രഹത്തിനെ അവർ ചോദിച്ചിട്ടില്ല. മറിച്ച് ബർക്കത്തെടുക്കാനുള്ള ഒരു സ്ഥലത്തെയാണ് അവർ ചോദിച്ചത്. അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാഹാക്കലായി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനിവിടെ സനൂസിയെയും അതേപോലെ തന്നെ തഫ്താസാനിയെയും ഇമാം റാസിയൊക്കെ ഉദ്ധരിക്കുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ അവരായതുകൊണ്ടല്ല, മറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് വാദിക്കുകയും അതിൽ നിന്ന് പഴിച്ചു പോവുകയും ചെയ്ത അശ്അരി മദ്ഹബുകാരാണ് നമ്മുടെ നാട്ടിലൊക്കെ ഭൂരിഭാഗം ജീവിക്കുന്നത്. അവർക്ക് വെളിച്ചമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരുടെ ഉദ്ധരണികളും അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും വായിക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിക്കുകയുണ്ടായി, ഇന്നമാ ഇലാഹുകുമുല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ വസിഅ കുല്ല ഷൈഇൻ ഇൽമാ, നിങ്ങളുടെ ആരാധ്യൻ ഏക ഇലാഹായ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞെടുത്ത് ഇമാം റാസി തഫ്സീറിൽ പറയാണ്, ഐ അൽ മുസ്തഹിഖു ലിൽ ഇബാദത്തി വത്തഅലീം, ആരാധിക്കുവാനും ബഹുമാനിക്കും അർഹപ്പെട്ട നാഥൻ അള്ളാഹു മാത്രമാണ്, പശുക്കുട്ടിയോ കാളക്കുട്ടിയോ മരങ്ങളോ അല്ല. അപ്പോൾ വന്ദനത്തിലൂടെയും ബഹുമാനത്തിലൂടെയും വണക്കത്തിലൂടെയും ഒക്കെ ശിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം റാസി തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്ത് യൂനിസിലെ വയബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും പൂജിച്ചു നടക്കുന്നതിനെ ഖുർആൻ വിമർശിച്ചു. അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ആരാധിക്കുന്നു. വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അതോടൊപ്പം അവർ പറയുന്നത് ഇവയെല്ലാം പരലോകത്ത് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്നാണ് എന്ന വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയാണ്, വനദീറുഹു ഫി ഹാദ സമാനി, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് തുല്യമാണ് ഈ കാലഘട്ടത്തിൽ നമുക്കിടയിലെ മുസ്ലിങ്ങൾക്കിടയിലെ ചില ആളുകൾ ചെയ്യുന്നത്. ഇഷ്തിഗാലു കസീറും മിനൽ ഖൽഖി ബി തഅദീമി ഖുബൂരിൽ അകാബിരി, മഹാന്മാരായ പണ്ഡിതന്മാരുടെയോ ഔലിയാക്കന്മാരുടെയോ ഒക്കെ പേരിൽ ഉയർത്തപ്പെട്ട കബറുകളെ ബഹുമാനിക്കുന്നത്. അലഅതിഖാദി അന്നഹും ഇദാ അള്ളമു ഖുബൂറഹും യകൂനൂന ശുഫാഅലഹും ഇൻദല്ലാഹ്, ഈ കബറുകളെ ബഹുമാനിക്കുകയും പുതക്കുകയും അതിനെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ
ആ ബഹുമാനിച്ച ആളുകൾക്കും വണങ്ങിയ ആളുകൾക്കും അവർ ശുപാർശ ചെയ്യാൻ കാരണമാണ് എന്ന് ധരിച്ചുകൊണ്ട് ഈ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ചെയ്തതിന് തുല്യമാണ് എന്ന് ഇമാം റാസി പറയാൻ. അപ്പോൾ ശിർക്ക് കടന്നു വരിക ബഹുമാനത്തിലൂടെയും അതേപോലെ തന്നെ അനുസരണത്തിലൂടെയൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇതാണ് പണ്ഡിതന്മാർ ശിർക്കിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ പൊതുവെ അശ്ശരി മദ്ഹബുകാരായ ആളുകൾ തഫ്താസാനിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ വിശദീകരണം അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്കിടയിൽ ശിർക്ക് വളരെ വ്യാപകമായി പ്രചരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ശിർക്ക് എന്നാണ് വിശുദ്ധ ഖുർആനിലും ഹദീസിലൂടെയും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക. അതാണ് ശിർക്ക്. ഏതെങ്കിലും പണ്ഡിതൻ അബദ്ധവശാലോ അല്ലെ നിർവചനവും പറഞ്ഞാൽ അതാണ് വേദവാക്യം, അല്ലെങ്കിൽ ഖുർആനിനേക്കാളും പ്രാധാന്യത്തോടു കൂടി ആ നിർവചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, പണ്ഡിതന്മാരുടെ വാചകങ്ങളും നിർവചനങ്ങളുമൊക്കെ ഖുർആനും ഹദീസിലും മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അതിലവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചതാണ് നേരത്തെ പറഞ്ഞ തഫ്താസാനിയുടെയൊക്കെ വിശദീകരണം. ശിർക്കും തൗഹീദുമൊക്കെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും തൗഹീദ് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ അള്ളാഹു ലോക മുസ്ലിമീങ്ങൾക്കും നമ്മൾക്കും എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.